ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ യാത്ര നമ്മുടെ പ്രിയപ്പെട്ട മയിൽ വാഹനത്തിലാണ്. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഗുണ്ടൽപേട്ടയിലുള്ള ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഈ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ ആദ്യം ഒന്ന് കയറുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വിജേഷ് ഉണ്ട്, നീതുണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാമികക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. പിന്നെ പലപ്പോഴും നമ്മൾ ഉടുപ്പി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ പല ഹോട്ടലുകളിലും കയറുമ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കാറുള്ളത്. പക്ഷെ പലപ്പോഴും നിരാശയാണ് ഫലമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഒരു നല്ല സുപ്രഭാതമായിരുന്നു, തെളിഞ്ഞ ഒരു സുപ്രഭാതം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടരുകയാണ്. നമ്മളങ്ങനെ ഇപ്പോൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്ന ഒരു പേരുണ്ട്. മറ്റാരുമല്ല, കുതിരവട്ടം പപ്പു. നമ്മുടെ മലയാളത്തിൻ്റെ പ്രഗത്ഭനായ നമ്മുടെ ഹാസ്യ കലാകാരൻ, നമ്മളെ വിട്ടുപിരിഞ്ഞ ആ കലാകാരൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ അദ്ദേഹം മാത്രമല്ല, ഇന്നസെൻ്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒരുപാട് ആളുകൾ, മികച്ച കലാകാരന്മാരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവരുടെ ഓർമ്മയിൽ നമ്മൾ ഒരു കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ മുന്നിൽ നമ്മളൊരു ബസ് കണ്ടു. അത് ടീച്ചേഴ്സ് ഫോറത്തിൻ്റെ ബസ്സാണെന്ന് അതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ചെമ്പ്ര പീക്കിലേക്കാണ് യാത്ര പോകുന്നത് എന്നതിന് മനസ്സിലാക്കും. ഈ താമരശ്ശേരി ചുരം, ഏത് ചുരമാണെങ്കിലും അതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമ്മളുടെ ഈ പ്രകൃതിയുടെ, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, ഒരു സന്തോഷം എന്ന് പറയുന്നത്, അതിന് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മനിർവൃതി എന്ന് പറയുന്നത് മറ്റൊരു കാഴ്ചയ്ക്കും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ തരാനോ നൽകാനോ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലെത്തുമ്പം വണ്ടി നിർത്തുകയും അവിടെ ഇരുന്ന് താഴത്തേക്ക് നോക്കി കാഴ്ചകൾ ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുമ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. അവിടെ ഒരുപാട് കുരങ്ങന്മാരും ഈ യാത്രക്കാരിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മളിങ്ങനെ വയനാട്ടിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരം കഴിഞ്ഞു, ഇതാ വയനാട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ബോർഡ് കണ്ടു. അങ്ങനെ വയനാട്ടിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഗുണ്ടൽപേട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സൂര്യകാന്തി പാടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കർഷകരുടെ പലതരത്തിലുള്ള പൂക്കളുടെ കൃഷി ഇപ്പോഴും അവിടെ ഉണ്ട്. പല ആളുകളും പോയി നോക്കുന്നുണ്ട്. നമുക്ക് സമയക്കുറവ് മൂലം അവിടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ യാത്ര തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ യാത്ര ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന ആ ചെറിയ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ നീണ്ട് പോകുന്ന റോഡ് ഒരു മലയിൽ ചെന്ന് അവസാനിക്കുന്നത് പോലെ, ഒരു ലോകത്തിൻ്റെ ഒരു അറ്റം പോലെ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു റോഡാണ്. വളരെ മനോഹരമാണ് ഇരുഭാഗങ്ങളും. നിറയെ കൃഷിയിടങ്ങൾ, പലതരത്തിലുള്ള
കൃഷി, അതുപോലെ തന്നെ പലതരത്തിലുള്ള മരങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മലകൾ ചക്രവാള സീമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം. പലരും ഇവിടെ നിന്ന് പല ഫോട്ടോകളും എടുക്കുന്നുണ്ട്. അതങ്ങനെ ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക. കാരണം അതിൻ്റെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല, സ്വകാര്യ വാഹനങ്ങളും മറ്റൊന്നും അവിടെ കടത്തി വിടുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ മലയുടെ മുകളിലേക്ക് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് നമ്മൾക്കുള്ള യാത്ര എന്ന് പറയുന്നത് കർണാടക KSRTCയിലാണ്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ എല്ലാ ആളുകളും അതിലാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ മയിൽ വാഹനത്തെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ട് നമ്മൾക്ക് കർണാടക KSRTCയിലേക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മൾക്ക് കർണാടക KSRTCയിൽ പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് ഇവിടെ നൽകും. അതിനുശേഷം നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്ത് ഇവിടെ കാത്തു നിൽക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടാവുക. ഒരു ക്യൂ പാലിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ KSRTCയുടെ ബസ്സുകൾ ഇവിടെ വരികയും നിറയുന്നതിനനുസരിച്ച് മുന്നേ കയറുന്ന ആളുകൾ കയറി പിറകെ വരുന്ന ബസ്സിലും നിറഞ്ഞ ആളുകളെ കൊണ്ട് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ബസ്സില്ല, നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. പെട്ടെന്ന് തന്നെ ബസ് വരും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് ആ ബസ് നമ്മളെത്തിക്കും. ആ മലയുടെ മുകളിലാണ് ബസ് ഉള്ളത്. ഇപ്പോൾ അതാ നമ്മൾ ബസ് വന്നു കഴിഞ്ഞു. നമ്മൾക്ക് ഓരോരുത്തരായി അതിൽ കയറണം. അപ്പോൾ ഗോപാലസ്വാമി ടെമ്പിളിൽ വെച്ച് കാണാം. ടെമ്പിളിനകത്തേക്ക് നമ്മൾക്ക് ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്താണ് നമ്മൾ ഫോട്ടോയും മറ്റുമൊക്കെ എടുക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ പുറത്താണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മഴയുള്ള സമയത്ത്, ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അതിന് ചുറ്റുപാടും നിറയെ വലിയ പുൽമേടുകളാണ്. പരന്ന് കിടക്കുന്ന ഒരു കുന്നിൻ്റെ മുകൾ ഭാഗമാണത്. താഴത്തേക്ക് ചെരിഞ്ഞ് ഇറങ്ങുകയും ചെയ്യുന്ന കുന്നിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആന വരുന്നുണ്ട്. പലപ്പോഴും ആനകൾ ഇവിടെ വരികയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മളിവിടുന്ന് പോരുന്ന സമയത്ത്, തിരിച്ച് ബസ്സിൽ കയറിയ സമയത്ത് നമുക്ക് ഒരു ആനയെ കാണാൻ കഴിഞ്ഞു. ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എപ്പോഴും കാറ്റുള്ള നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. പൊതുവെ താഴെ ഉള്ളതിനേക്കാളും നല്ല തണുപ്പ് നമുക്കിവിടെ അനുഭവപ്പെടും. ഡിസംബർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തണുപ്പാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും കിടുകിട വിറയ്ക്കുന്ന രീതിയിലേക്ക് അന്തരീക്ഷം മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തണുപ്പുള്ള നല്ല കാറ്റുള്ള ആരെയും കൊതിപ്പിക്കുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള ഗോപാലസ്വാമി ടെമ്പിൾ. ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മൾ ഉള്ളിൽ കയറി ഭഗവാനെ തൊഴുതു. പ്രസാദം കിട്ടി. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നുണ്ട്. നമ്മളത് അറിഞ്ഞിരുന്നില്ല. നമ്മൾ താഴെ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. എന്നാലും ഭഗവാന്റെ പ്രസാദം എന്നുള്ളതിൽ നമ്മൾ വാങ്ങി കഴിച്ചു. എരിവുള്ള ഒരു ചോറ് പോലെയാണ് തോന്നിയിട്ടുള്ളത് നിവേദ്യം. അതിൽ കുരുമുളക് പോലെയുള്ള ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നി രുചിച്ച് നോക്കിയപ്പോൾ. എന്തായാലും വളരെ സമാധാനവും സന്തോഷവും തോന്നുന്ന ഒരു അന്തരീക്ഷമാണ്. ധാരാളം സന്ദർശകർ ഇവിടെയുണ്ട്. എല്ലാവരും ഫോട്ടോയും മറ്റൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. വളരെ വളരെ നല്ല ഒരു വൈബുള്ളൊരു അന്തരീക്ഷമാണ്. ഒരു ക്ഷേത്ര സന്നിധിയാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. വരിക, കാണുക, ആസ്വദിക്കുക. ഇതിനോട് ചേർന്ന് നമ്മളും കുറേ ഫോട്ടോ എടുത്തു. ചെറിയ ഫോട്ടോകളുമൊക്കെയായി സന്തോഷത്തോടെ ഒരു ദിനം കടന്നു പോകുന്നു.